ഇതൊരു മാർഷ് ഗേളിൻ്റെ കഥയാണ്, അഥവാ ചതുപ്പിലെ പെൺകുട്ടി. നാട്ടുകാരെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു തീരപ്രദേശത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവളുടെ ജീവിക്കാനായുള്ള പോരാട്ടത്തിൻ്റെ കഥയാണിത്. അവളുടെ യഥാർത്ഥ പേര് കെയ ക്ലാർക്ക്. വേർ ദി ക്രൗഡഡ് സിംഗ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ രണ്ട് കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് ഒരു തീരപ്രദേശത്ത് ഒരു ഡെഡ് ബോഡി അടിഞ്ഞു കിടക്കുന്നത് കാണുന്നു. നാട്ടുകാരെല്ലാവരും ആ കൊലപാതകം ചെയ്തത് കെയ ആയിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരത്തുന്നു. ചതുപ്പ് പ്രദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അവളോടുള്ള ഒരു വംശീയമായ വെറുപ്പിൽ നിന്നാണ് നാട്ടുകാർ അത്തരമൊരു പ്രചാരണം അഴിച്ചുവിടുന്നത്. പിന്നീട് പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയും ശേഷം കെയ ക്ലാർക്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവളുടെ ജീവിതമാണ് കാണിക്കുന്നത്. അതിനിടയിൽ കോടതി വിചാരണ നടപടികളും ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട്. 1950കളിൽ നോർത്ത് കരോലൈനയിലെ പച്ചപ്പുല്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു പുഴയുടെ തീരത്ത് കെയ തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു പോന്നു. എന്നാൽ അവളുടെ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. മദ്യപാനിയായ പിതാവിൻ്റെ മർദ്ദനം കാരണം അമ്മ വീട് വിട്ടുപോകുന്നു. പിന്നീട് തൻ്റെ മൂത്ത സഹോദരങ്ങളും വീട് വിട്ടുപോകുന്നു. എങ്കിലും ആരുമില്ലാത്ത തൻ്റെ അച്ഛനെയും ആ നാടും വിട്ടുപോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അച്ഛനും അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അച്ഛൻ്റെ വാത്സല്യം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അച്ഛനും മരണപ്പെട്ടു. വെറും 6 വയസ്സുള്ള ആ കുട്ടി തനിച്ചായി. കുടുംബമില്ല, പണമില്ല. സ്കൂളിലേക്ക് പോയാലും എല്ലാവരും അവളെ കളിയാക്കും. അവൾ സ്കൂളിൽ പോകുന്നത് നിർത്തുന്നു. ശേഷം ജീവിക്കാനുള്ള പരിശ്രമമാണ്. പ്രകൃതിയെ ആശ്രയിച്ച് കടലിനോടൊപ്പം അവൾ ജീവിച്ചു. കക്കയും ചെമ്മീനും പിടിച്ച് അത് വിൽപ്പന ചെയ്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തി. ജിംബിൻ എന്ന വ്യാപാരിയും ഭാര്യ മേബിളുമായിരുന്നു അവളോട് കുറച്ചെങ്കിലും മനുഷ്യത്വത്തോടെ പെരുമാറിയത്. കെയ പിടിച്ചു കൊണ്ടുവരുന്ന വിഭവങ്ങൾക്ക് അവർ മാന്യമായ പ്രതിഫലം നൽകി. അവർ കെയയെ വളരെ സ്നേഹത്തോടെ പരിഗണിച്ചു. അങ്ങനെ അവൾ അവിടെ വളർന്നു. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സ്വയം വഴി കണ്ടെത്തി. കെയയുടെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ അവളെ വിട്ടുപോകാത്ത ഒരുത്തനുണ്ടായിരുന്നു. കടൽ തീരവും ചതുപ്പ് പ്രദേശവും അവിടുത്തെ ആ മരങ്ങളും എല്ലാം. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എല്ലാവരും പോയപ്പോൾ അവളെ സ്നേഹിച്ചും സംരക്ഷിച്ചും നിന്നത് ആ ചതുപ്പ് പ്രദേശമാണ്. മരങ്ങളും പക്ഷികളും ജലസ്രോതസ്സുകളും അവളുടെ സ്നേഹിതന്മാരായി മാറി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വഭാവം നിരീക്ഷിച്ച് അവയെപ്പോലെ സ്വയം ജീവിക്കാൻ അവൾ പഠിച്ചു. കെയയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും പ്രകൃതിയിൽ നിന്ന് അവളെല്ലാം പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷികൾ, പറവകൾ, അവയുടെ തൂവലുകൾ, കടൽച്ചിപ്പികൾ എന്നിവയൊക്കെ ശേഖരിച്ച് ആ ചതുപ്പ് പ്രദേശത്തെ ജൈവവൈവിധ്യവും ജലചക്രവും കടലിൻ്റെ മാറ്റങ്ങളും ജീവികളുടെ പെരുമാറ്റങ്ങളും അകമ്പടികളുമെല്ലാം അവൾ നിരീക്ഷിച്ചു. അവയുടെ ചിത്രങ്ങൾ വരച്ചു, എല്ലാം സൂക്ഷിച്ചു വെച്ചു. കെയയുടെ ജീവിതം തന്നെ ആ പ്രകൃതിയുടെ ഒരു പ്രതീകമായിരുന്നു. ഇവിടെ ജീവിക്കണമെങ്കിൽ സംരക്ഷിക്കാനും തിരിച്ചു പോരാടാനും അറിയണമെന്ന് പ്രകൃതിയിൽ നിന്ന് അവൾ മനസ്സിലാക്കി. പുറം ലോകത്തുള്ള മനുഷ്യരുമായി അധികം ഇടപഴകാതെ ജീവിച്ചവൾക്ക് മനുഷ്യരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമായിരുന്നു. അവൾ അങ്ങനെ ജീവിച്ചു പോരുമ്പോഴാണ് ടൈറ്റ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവനും കെയയെപ്പോലെ തന്നെ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പെട്ടെന്ന് അടുത്തു. അത് പിന്നീട് പ്രണയത്തിലേക്കും എത്തി. ആരുമില്ലാത്ത അവളുടെ ജീവിതത്തിൽ ടൈറ്റ് ഒരു ആശ്വാസമായിരുന്നു. അവൻ അവളെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നു. അവളുടെ പ്രകൃതിയോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയ ടൈറ്റ് അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. അവൾ വരച്ച ചിത്രങ്ങളും മറ്റും പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നു. കുറേ കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഒരുപാട് സന്തോഷപൂർണമായ മുഹൂർത്തങ്ങൾ അവർ പങ്കുവച്ചു. പക്ഷേ ടൈറ്റിന് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അവിടുന്ന് ആ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു. തിരിച്ചു വരുമെന്ന് അവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. പക്ഷേ അവൻ വന്നില്ല. എല്ലാവരും അവളെ വിട്ടുപോയി. അമ്മയും സഹോദരങ്ങളും അച്ഛനും എല്ലാവരും പോയി. അവളുടെ ഹൃദയം തകർന്നു. ഒരുപാട് കരഞ്ഞു. സങ്കടവും ദേഷ്യവും നിരാശയുമായി കുറേ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. കുറേ കാലങ്ങൾക്ക് ശേഷം പതിയെ അവൾ അതിൽ നിന്ന് മുക്തമായി സാധാരണ ജീവിതത്തിലേക്ക് വന്നു. അവൾ വീണ്ടും പ്രകൃതിയിലേക്ക് ഇറങ്ങി. എല്ലാവരും പോകുമ്പോൾ എപ്പോഴും അവൾക്ക് തുണയായി ആ ഒരു പ്രകൃതി മാത്രമേ ഉള്ളൂ. അവൾ വീണ്ടും സാധാരണ ജീവിതം നയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ആ ഇടയ്ക്കാണ് പട്ടണത്തിൽ നിന്ന് ചെയ്സ് ആൻഡ്രൂസ് എന്നൊരാൾ ആ നാട്ടിലെത്തുന്നത്. ചെയ്സ് കെയയെ കാണുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുന്നു. അവൻ അവളെ ആ മാർഷിൻ്റെ ഇതുവരെ കാണാത്ത പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. പ്രകൃതി രമണീയമായ ആ മാർഷിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് കെയയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് അടുത്തു. ചെയ്സ് തൻ്റെ പ്രണയം അവളോട് തുറന്നു പറയും. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ചെയ്സിന് അവളൊരു നേരം പോക്ക് മാത്രമായിരുന്നു. അവൻ്റെ വിവാഹം നേരത്തെ മറ്റൊരു പെൺകുട്ടിയുമായി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു.
ആ ഇടയ്ക്ക് നാട്ടിൽ തിരിച്ചെത്തുന്ന ടേറ്റ് ചേസിനെ കുറിച്ച് കയയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും തന്നെ ഒറ്റക്കാക്കി പോയ ടേറ്റിനോടുള്ള ദേഷ്യം കാരണം അവൾ അത് മുഖവിലക്കെടുത്തില്ല. പിന്നീട് കയ തന്നെ അവനെ ആ പെൺകുട്ടിയുമായി ഒന്നിച്ച് കാണുന്നു. അത് കണ്ട് അവളുടെ ആത്മാഭിമാനം തകർന്നുപോയി. പക്ഷേ ചേസ് കയയെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറില്ലായിരുന്നു. അവൻ അവളുടെ പിന്നാലെ പോയി പലതും പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തന്നെ വഞ്ചിച്ച ചേസിനെ അവൾ ശകാരിക്കുന്നു. അത് കണ്ട് ചേസിൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും ചേസ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം കയ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ കയ താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. കയയുടെ ആ മാർഷിലെ ആ വീട് നമുക്കറിയാവുന്ന പോലെ നിയമപരമായി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒറ്റപ്പെട്ടതാണ്. പിതാവിൻ്റെ പേരിലായിരിക്കും ആ ഭൂമി. പക്ഷേ അദ്ദേഹം മരിച്ചതോടെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം അനിശ്ചിതമായി മാറി. വർഷങ്ങളോളം കയ നികുതി അടച്ചില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ അത് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇതറിഞ്ഞ കയ പരിഹാരം അന്വേഷിച്ചപ്പോൾ ഒരു വലിയ തുക ടാക്സ് അടച്ചാൽ വീടും സ്ഥലവും രക്ഷിച്ചെടുക്കാമെന്ന് മനസ്സിലായി. പിന്നീട് പണമുണ്ടാക്കാൻ അവൾ അവളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ടേറ്റിൻ്റെ സഹായവും പുസ്തകത്തിൻ്റെ വരുമാനവും ഒക്കെ കൂടി അവൾ തൻ്റെ വീട് നിയമപരമായി സ്വന്തമാക്കി. ഇതിനിടെയാണ് ചേസിൻ്റെ മരണവും പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നതും. കയയുടെ അഭിഭാഷകൻ തോമിൽട്ടൺ വിചാരണവേളയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. സാഹചര്യ തെളിവുകളുണ്ടെങ്കിലും അതേ ദിവസം അവൾ പ്രസാധകനുമായി കൂടിക്കാഴ്ചയ്ക്കായി മറ്റൊരു നഗരത്തിലായിരുന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. പക്ഷേ നാട്ടുകാരെല്ലാം അവളുടെ എതിർചേരിയിൽ ഉറച്ചുനിന്നു. അവസാനം കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്നു. കയ കുറ്റവിമുക്തയാണ്. അങ്ങനെ അവൾ ജയിൽ മോചിതയായി. ടേറ്റും കിയയും വീണ്ടും ഒന്നിക്കുന്നു. അവർ ഒരുമിച്ച് നിരവധി വർഷങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. പ്രകൃതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അവൾ സംരക്ഷിച്ച ആ കാട് അവളുടെ ജീവിതം തന്നെയാകുന്നു. വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് കയയുടെ മരണമാണ് കാണിക്കുന്നത്. വൃദ്ധയായ അവൾ തൻ്റെ വഞ്ചിയിൽ മരിച്ചു കിടക്കുന്നു. ടേറ്റും ജീവിതത്തിൽ തനിച്ചായി. ഒരു ദിവസം ടേറ്റ് അവളുടെ വീട്ടിലെ സാധനങ്ങൾ പരിശോധിക്കുമ്പോൾ ബോക്സിൽ നിന്ന് ഒരു കവിതാ പുസ്തകം കണ്ടെത്തുന്നു. അതിലൊരെണ്ണം ചേസ് ആൻഡ്രൂസിനെ കുറിച്ചായിരുന്നു. ചേസ് ആൻഡ്രൂസിനെ ഒരു ടവറിലേക്ക് വിളിച്ച് അതിൽ നിന്നും എങ്ങനെയാണ് തള്ളിയിട്ടതെന്ന് ആ കവിതയിലുണ്ട്. അത് കയ തന്നെയായിരുന്നു. അവൾ തന്നെയാണ് ചേസിനെ കൊന്നത്. ഇത് ടൈറ്റിന് ഭയങ്കര ഒരു ഷോക്കായി മാറുന്നു. അതോടുകൂടി ആ സിനിമ അവസാനിക്കുകയാണ്. വേർ ദി ക്രൗഡഡ് സിംഗ് എന്ന കഥ ഒരു കൊലപാതക കുറ്റാന്വേഷണ കഥ മാത്രമല്ല, ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മസംരക്ഷണത്തിൻ്റെ ആഴമുള്ള കഥയാണ്. ഒരു പെൺകുട്ടിയെ സമൂഹം തള്ളി പറഞ്ഞാലും ആ നാട്ടിൽ തന്നെ ജീവിച്ച് അറിയപ്പെടുന്ന ഒരാളായി മാറിയ കഥ. ഒറ്റക്കുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത പോരാട്ടത്തിൻ്റെ കഥ.